ഏതൊരു കുറ്റകൃത്യത്തിലും ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് അവശേഷിക്കും. വെഞ്ഞാറമൂട് അഫാന്റെ ആ ഒരു വിഷയത്തിൽ അത്തരത്തിൽ അവശേഷിക്കുന്ന ഒന്നായിരുന്നു അഫാന്റെ അമ്മ. മരണക്കിടക്കയിലും സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നുള്ളത്. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനെ കൊണ്ട് ഇത്രത്തോളം ലേറ്റ് ആയതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇവിടെ മീഡിയാസ് എടുക്കുന്ന ഓരോ വാർത്തകളും തെറ്റായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. കാര്യം നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ആയിരിക്കത്തില്ല ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ചാനലിൽ കാണുന്ന വാർത്ത ആയിരിക്കത്തില്ല തൊട്ടപ്പുറത്തെ ചാനലിൽ കാണിക്കുന്നത്. ആൻഡ് അതിനപ്പുറത്തേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ചില നെറികെട്ട പ്രവർത്തികൾ കൂടി ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് അതിനകത്ത് മെയിനായിട്ട് പറയേണ്ടത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറാണ്. ആ മരണക്കിടക്കയിലും അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി മരിച്ചിട്ടും ആ ഒരു പെൺകുട്ടിയുടെ അനിയൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ അണ്ണാക്കി പോയി ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴും എനിക്കൊന്ന് മീഡിയ വണ്ടിലാണെന്ന് തോന്നുന്നു ഒരു റിപ്പോർട്ടർ അവരവിടെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും, അവരുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, എന്നാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, അത്തരത്തിലുള്ളൊരു സാഹചര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു റിപ്പോർട്ടർ കൂടി ഉണ്ടായിരുന്നു. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇനി നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് ഈ ഒരു വിഷയം നിങ്ങൾ എടുത്ത് നോക്കുക. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്തരം കേസ് വരുമ്പോഴത്തേക്കിന് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഫൈൻഡിങ്സ് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത്. അത്തരത്തിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് നോക്കിയിട്ട് നമ്മുടെ വേൾഡിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ക്രൈം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. നിങ്ങൾ അത്തരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് പറയാം. കാര്യം ഇതിനകത്ത് ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇവൻ സ്നേഹിച്ച ആ ഒരു പെൺകുട്ടിയെ കൊന്നതിനുള്ള ഒരു കാരണം എനിക്ക് ഏത് രീതിയിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതേപോലെ ആ ഒരു അനിയൻ്റെ കേസിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി, അത് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കാം. അതിൻ്റെ അതിനപ്പുറത്തേക്ക് ഇവന് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാനെ കൊണ്ട് മുൻപ് ഒരു പ്രാക്ടീസ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു സംശയം എന്ന് വെച്ചാൽ. കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാനെ കൊണ്ട് നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പല വഴികളും നമുക്ക് ഗൂഗിൾ പറഞ്ഞു തരും. അപ്പോഴും ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനെ കൊണ്ട് ഒരു പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾക്ക് കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാര്യം എന്ന് വെച്ചാൽ ഒരൊറ്റയടി അല്ലെങ്കിൽ പുറത്ത് ശബ്ദം പോലും കേൾക്കാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാനെ കൂടെ അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഓരോ ആളുകളെയും ഇവനിങ്ങനെ ചെയ്തെങ്കിൽ അവന് പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ. ആൻഡ് ഈ ഒരു വിഷയത്തിൽ വളരെ എന്താ പറയുക റിലവൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇത്രയും കടങ്ങളുടെ കേസൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഞാനൊരു ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അവിടെ വെച്ച് ഈ അമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ഈ മാല എടുത്ത് വെഞ്ഞാറമൂട് ജംഗ്ഷനിലെത്തിയ ഈ അഫാൻ ഇവിടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങുന്നുണ്ട്. ഇത് അക്കൗണ്ടിലേക്കാണ് ഈ പണം ഇടുന്നത്. ഇതിനുശേഷം ഈ അക്കൗണ്ട് വഴി ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടാണ്, ഈ അക്കൗണ്ട് വഴി ഏതാണ്ട് 40,000 രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്നും ആ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കടബാധ്യത തന്നെയാണ് ഏറ്റവും വലിയ വിഷയമായി ഇപ്പോൾ ഈ പോലീസ് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുന്നത് ഇത്രയും കടബാധ്യത വന്നതിന്റെ പേരിലാണ് ഇവരിങ്ങനെ ആത്മഹത്യ ചെയ്യാം ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ഇവർ എടുത്തു എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പോഴും ഇവന്റെ അമ്മൂമ്മയുടെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സ്വർണ്ണം എടുത്തിട്ട് പോയിട്ട് നേരെ പണയം കൊണ്ടുവച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ആ പണയം പെടുത്തിയത് ഇവന്റെ കടം വീട്ടാൻ വേണ്ടിയാണ്. ഏകദേശം 70-something രൂപ അവന് കിട്ടിയതിൽ 40,000 രൂപയാണെങ്കിൽ ഒരാൾക്ക് അയച്ചു കൊടുത്തു. ഓൺലൈൻ ട്രാൻസ്ഫർ ത്രൂ ആണ് ഇവൻ അയച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഈ ഒരു സീരിയസ് സിറ്റുവേഷനിലും ഇത്രത്തോളം അവന് ആത്മാർത്ഥത തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം അമ്മയെക്കാൾ ആത്മാർത്ഥത തോന്നിയിട്ടുള്ള ആ ഒരു വ്യക്തി ആര്, അല്ലെങ്കിൽ 40,000 രൂപയാണ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. കാര്യം അതാണല്ലോ കൃത്യമായിട്ട് 40,000 രൂപ തന്നെ അയച്ചു കൊടുത്തേക്കുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ ബാക്കി പൈസയും കൂടെ കൊടുക്കുമായിരുന്നല്ലോ. ഈ ഒരു പൈസ അല്ലെങ്കിൽ ഇത് ഒരാളുടെ കടം തീർക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കടം തീർക്കാനും പറ്റില്ല. എന്തായാലും മരിക്കാൻ തീരുമാനിച്ച ആളുകൾ എന്നിട്ട് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ളൊരു കടം വീട്ടിലായ അവൻ നടത്തുന്നു. അപ്പോൾ ആലോചിക്കേണ്ടത് ഇവൻ ആരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചു, എന്തിനു വാങ്ങിച്ചു, ഏത് സാഹചര്യത്തിൽ വാങ്ങിച്ചു. കാര്യം ഇത്രയും ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ അവൻ്റെ ആ ഒരു വ്യക്തി ആര്. ഇനി അടുത്ത ഓരോ വിഷയങ്ങളായിട്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് പരിശോധിക്കാം. അതുകൊണ്ടാണ് ആ കടബാധ്യത എന്ന് ചോദിച്ചാൽ ഉമ്മയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരമായി കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. അത് വലിയ കടമായിട്ട് മാറി. ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ളത്. അഫാന്റെ ഉമ്മയാണ് പ്രധാനമായും ഈ പണമെല്ലാം വാങ്ങിയത് പലരിൽ നിന്നായി. 12 പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കടം വാങ്ങിയത്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ പണം കടം വാങ്ങിയാൽ വേറൊരിടത്തുനിന്ന് കടം വാങ്ങി മറ്റൊരിടത്ത് കൊടുത്ത് അങ്ങനെ റോളിംഗ് ആയിട്ടാണ് ഇവർ നിരന്തരം നിന്നിരുന്നത്. പക്ഷേ അതൊരു ഘട്ടത്തിൽ നിലച്ചു. ആ റോളിംഗ് എന്ന് പറയുന്ന കാര്യം നിലച്ചു, മൊത്തം സ്റ്റക്കായി. ഏകദേശം 12 പേരോളമാണ് ഇവർ കടം വാങ്ങിച്ചുള്ളത്. ആ 12 പേരിൽ ഈ ഒരു വ്യക്തി മാത്രം എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയി? അത്രത്തോളം ആത്മാർത്ഥത എന്തിന് ഇവർ അവരുടെ അടുത്ത് തോന്നി? സ്വന്തം അനിയൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണിൻ്റെ അടുത്തോ സ്വന്തം അമ്മയുടെ അടുത്തോ തോന്നാത്ത അത്രത്തോളം ഇമ്പോർട്ടൻസ് എന്തിന് അയാൾക്ക് വന്നു? ഓക്കെ, ആൻഡ് ഇതിനകത്ത് പറയുന്നത് ചെലവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ കടം എന്ന് പറയുന്നത്. കാര്യം 65 ലക്ഷം രൂപയോളം ആയെന്നുള്ള. ചെലവിന് വേണ്ടിയിട്ട് ഈ 65 ലക്ഷം രൂപ നമുക്ക് ഒരാൾക്ക് കടം വരുമോ? വീട്ടിലെ ചെലവിന് ഇടുന്നത്. അപ്പോഴും പറയുന്ന ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ അവൻ്റെ ദൂർത്തടി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക. അപ്പോൾ ഓക്കെ, നമുക്കിനി ഒരു ക്ലിപ്പും കൂടെ നമുക്ക് കാണാം. പിന്നെ ഒരു കാർ അവനുണ്ടായിരുന്നു. എൻ്റെ അന്വേഷണത്തിലാണ് കാർ ഒരു കക്ഷിക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച്. അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇനി RC ബുക്ക് മാറ്റി കൊടുക്കുമായിരിക്കാം, അല്ലാതെ പിന്നെ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ. അപ്പോൾ RC ബുക്ക് മാറ്റി കൊടുത്തിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ അതിന് ചിലപ്പം 1 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപ പലിശ കൊടുക്കുന്ന രീതി ആയിരിക്കാം. അങ്ങനെ 2.5 ലക്ഷം രൂപയ്ക്ക് പണയം കൊടുത്തെന്നാണ് അടുത്തൊരു അറിവ് എനിക്ക് കിട്ടിയത്. അതുപോലെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ആ ബുള്ളറ്റും പണയം വെച്ചിരുന്നു. ഈ കാറ് ഇത് തന്തയ്ക്ക് സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ
വിറ്റ് ഇത്തിരി പൈസ വേണമെന്ന് പറഞ്ഞ പ്രകാരം ഇവൻ 4 ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് വിറ്റെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അതിൽ 1 ലക്ഷം രൂപ ഈ ഫാദറിന് അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെനിക്ക് ഈ 2 ലക്ഷം രൂപയ്ക്ക് തന്നെ വിറ്റപ്പോൾ ഈ പൈസ എങ്ങോട്ട് പോയി, ഇവൻ എന്ത് ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത്. 2 ലക്ഷം രൂപയ്ക്കാണല്ലോ ഇവൻ കാർ പണയം വെച്ചത്. അതാണ്, കിട്ടിയ പൈസയിൽ നിന്നും കുറച്ച് മാത്രമാണ് ഇവൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഇവൻ അയച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, പുള്ളിയുടെ കുറേ ഈ സെയിം സാധനം നെറിയട്ട രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും മീഡിയസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനകത്ത് ബാക്കി വന്ന പൈസ ഇവൻ എന്ത് ചെയ്തു? മേ ബി ഈ പറയുന്ന പോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദൂർത്തടിച്ച് നടക്കുന്നവനായതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവൻ എന്തിനായിരിക്കും ഈ ഒരു പൈസ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ദൂരത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഒരു പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവൻ്റെ പിന്നിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുമായിട്ട് ഈ ഒരു വിഷയത്തിന് ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ട. ഇനി ബാക്കിയുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ആത്മഹത്യക്ക് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഉമ്മയും ഈ 2 മക്കളും ചേർന്ന് മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോഴാണ് അഫാൻ പറയുന്നത്, മൊഴിയിൽ പറയുന്നത്, അഫാൻ അപ്പോൾ ആശങ്കയുണ്ടായി, ഈ കൂട്ടാത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന്. അങ്ങനെയാണ് അഫാൻ സ്വമേധയാ എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇവൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ പറയുന്നതല്ല, പിന്നീട് അവൻ പറയുന്നത്. കാര്യം ഇതൊന്നും നമ്മുടെ കേരള പോലീസ് മണ്ടന്മാരല്ല. ഇവൻ പറയുന്നത് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാനൊക്കെ ഉണ്ട്. എന്തായാലും എത്രത്തോളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്. അവരൊരിക്കലും ഈ സാധനം വെള്ളം തൊടാതെ വിഴുങ്ങൂല. കാരണം ഇവന്റെ ആണെങ്കിൽ ഇവൻ പറഞ്ഞല്ലോ, ഇവൻ ഈ പറയുന്ന ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആരെങ്കിലും രക്ഷപ്പെട്ടാലെന്ന് വിചാരിച്ചാണ് ഇവൻ ഇങ്ങനെ കൊല ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതിനുശേഷം ഇവൻ ആത്മഹത്യയാണെന്നാണ് വിചാരിച്ചത്. ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം. എലിവിഷം കഴിച്ചു എന്ന് അവകാശപ്പെടുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഇവന്റെ ശരീരത്തിൽ വിഷാംശം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കണ്ടില്ലേ, എലിവിഷം ഇവന്റെ ശരീരത്തിൽ കണ്ടില്ല. ഇവനായിട്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ വിഷം കഴിച്ചു എന്ന് പറയാം. പക്ഷേ ഇവന്റെ ഇതുവരെ ശരീരത്തിൽ നിന്ന് എലിവിഷം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവൻ വിഷം കഴിച്ചില്ലേ? ഇനി അടുത്ത ബാക്കി കേൾക്കാം. അപ്പോൾ ഉമ്മയെയും സഹോദരനെയും കൊല്ലാനാണ് അഫാൻ ആദ്യം പദ്ധതി ഇടുന്നത്. പക്ഷേ ഈ ഉമ്മേനെയും സഹോദരനെ കൊന്നേ, ഈ സഹോദരനെ കൊന്ന കാര്യത്തിൽ ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ഇനി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അടുത്ത ക്ലിപ്പ് ഇങ്ങോട്ട് വെക്കാം. ഞങ്ങൾ അന്വേഷിച്ച് വന്നത്തോളം ഇവൻ രാത്രിയെ സഞ്ചാരമുള്ളൂ. ഇപ്പം 10 മണിക്ക് ശേഷമാണ് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് ഓവർ സ്പീഡിൽ പോകുന്നു. അത് 10 മണിക്ക് ശേഷം എവിടെയാണ് ഈ പോകുന്നതെന്ന് അറിയോ? അങ്ങനെ ഒന്നും പറഞ്ഞൂടെ. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പം മണ്ണന്തല വെച്ചുള്ള ഒരു ഫോട്ടോ, നമുക്കൊരു ഇവനെ പെറ്റിയടിച്ചൊരു ഫോട്ടോ മണ്ണന്തല, അത് 10 മണിക്ക് ശേഷം, അത് 2024 ഡിസംബറിലെ ഫോട്ടോയാണ്. അതുപോലെ തന്നെ കിളിമാനൂർ, അത് ആ പെൺകുട്ടിയായിട്ട് വരുന്നതാണ്. ആ പെൺകുട്ടിയായിട്ട് വരുന്നത് പിന്നെ 5 മണിക്ക് ശേഷമാണ്. ആ പെൺകുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് 500 രൂപ പെറ്റി വന്നതായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പയ്യൻ്റെ അനുജനുമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ പയ്യൻ ബാഗ് എല്ലാം തൂക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു മണ്ണന്തലെന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ രാത്രി സമയങ്ങളിൽ പിന്നെ ഈ പയ്യനുമായിട്ട് പോകുന്നില്ല, രാത്രി. പെൺകുട്ടിയിൽ മാത്രമാണ് 5 മണിക്ക് ശേഷമുള്ള ഒരു യാത്ര. ഓക്കെ, ഇവനാണെങ്കിൽ ഫുള്ള് രാത്രി മാത്രമാണ് സഞ്ചാരം കാര്യങ്ങളൊക്കെ. മേ ബി ഈ പറയുന്ന പോലെ കടക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കാണാതായിരിക്കാം. അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. അപ്പോഴും ഓക്കെ, ഈ ഒരു സ്നേഹിച്ച പെൺകുട്ടിയായിട്ട് പോകുന്നത് ഈ 5 മണിക്ക് ശേഷം, അപ്പോഴും അനിനെയും കൊണ്ട് ഇത്രയും ഒരു 10 മണി കഴിഞ്ഞ് ആ ഒരു രാത്രിയിൽ പോകുന്നത് ഓക്കെ, അതിലൊന്നും വലിയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോഴും ഈ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അനിയൻ്റെ തോളത്ത് ഈ ബാഗിൻ്റെ ആവശ്യം എന്ത്? നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ രാത്രി എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഈ ബാഗിന് തൂക്കിക്കൊണ്ടാണ് പോകുന്നത്. ഒരു അനിയനെ കൊണ്ട് പോകുമ്പോൾ അവൻ്റെ ആ ഒരു ബാഗിനകത്തൊക്കെ എന്താണ്, ഇപ്പം എന്തെങ്കിലും ക്യാരി ചെയ്യാനായിരിക്കുമല്ലോ ഈ പറയുന്ന ബാഗ് ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു ബാഗും കൊണ്ട് അവൻ പോകുന്നതിൻ്റെ ഒരു ആവശ്യം എന്താണ്? അപ്പം ഈ ഒരു അനിയനാണെങ്കിൽ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഇവന് സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവൻ്റെ അനിയനായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ മേ ബി മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു സാധനം രാത്രി കാലങ്ങളിൽ ഇവൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു, അല്ലെങ്കിൽ ഈ ബാഗിനുള്ളിൽ എന്തിട്ടിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ സഹോദരനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ശേഷമാണ് കാമുകി ഫർസാനയുമായി വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയ പാടെ ഇയാൾ ഈ കാമുകിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പോയിസൺ കഴിച്ചു. അത് എങ്ങനെയാണ് കഴിച്ചതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. അത് മദ്യത്തിലാണോ കഴിച്ചത്, ഇയാൾ പറയുന്ന പോലെ പെപ്സിയിലാണോ അതോ ബിരിയാണിയിലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇവൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവൻ അനിയൻ ഒറ്റപ്പെട്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അനിയനെയും കൂടെ കൊന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഫർസാനെ കൊന്നതിന് ശേഷമാണ്, അതായത് ഫർസാനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ അനിയനെ ആണെങ്കിൽ കുഴിമന്തി വാങ്ങാൻ ഇവൻ പറഞ്ഞു വിടുന്നു. ആ ഗ്യാപ്പിലാണ് ഫർസാനെ കൊല്ലുന്നത്. ഫർസാനെ കൊന്നതിന് ശേഷമാണ് ഇവൻ ഈ പറയുന്ന പോലെ വിഷം കഴിച്ചിരിക്കുന്നത്. അപ്പോഴും ഇത് തെളിയിച്ചിട്ടില്ല, ഇവൻ്റെ ശരീരത്തുണ്ടെന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ട് ഇതുവരെ തെളിയിച്ചിട്ടില്ല എന്നുള്ള സാധനം പറയുന്നുണ്ട്. അപ്പോഴും ഇവൻ കഴിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ ഇവൻ കഴിച്ചെങ്കിൽ അതിനുശേഷമായിരിക്കുമല്ലോ അനിയൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അവൻ ഇങ്ങനെ കഴിച്ചെങ്കിൽ അവൻ ചെറിയ തോതിൽ എന്തോ കഴിച്ചു, പിന്നീട് അപ്പോഴത്തേക്കിന് അവന് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാനായിട്ട് വിട്ടുന്നു, അങ്ങനെയൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പം ഈ ഒരു സാധനം കഴിച്ച് അവൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ഓക്കെ, അവനത് ഫുള്ള് കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, അവൻ ആ ഒരു പരിപാടി എന്തായാലും കഴിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അനിയൻ എത്തുന്നതിന് മുന്നേ തന്നെ ഇവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അനിയൻ എപ്പോഴും ഒറ്റയ്ക്കായി പോകല്ലേ. പിന്നീട് അനിയനെ കൊല്ലാൻ പറ്റില്ലല്ലോ. ഇല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവൻ അപ്പോഴും ഈ പറയുന്ന സാധനം ശരിക്കും കഴിച്ചിരുന്നു. ഇനി അത് കഴിഞ്ഞുള്ള ബാക്കി ക്ലിപ്പോടെ നിങ്ങൾ നോക്കേണ്ടതാണ്. എല്ലാത്തിനും അവൻ വാശി പിടിക്കും. 8 വർഷം മുമ്പ് തന്നെ അച്ഛനമ്മമാർ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ആരോപിച്ച അഫാൻ വീട്ടിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം വീട്ടുകാർ അഫാൻ ചോദിക്കുന്നതെന്നും വാങ്ങി നൽകി.
മുൻപും ഇതേപോലുള്ള ആത്മഹത്യാ പ്രവണതകളൊക്കെ കാണിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അന്ന് വീട്ടിൽ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളെ വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ആളുകളെ കൊല്ലാൻ കഴിവുള്ളവൻ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാനെ കൊണ്ട് അത്രയ്ക്ക് ധൈര്യമില്ലാത്തവനാണോ? അവനത് അത്രയ്ക്ക് പൊട്ടനാണോ? അത് നിങ്ങൾ ആലോചിക്കണ്ടേ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഓട്ടോക്കാർ എടുത്ത് പോയിട്ട് പറയുന്ന ഒരു സാധനങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കൃത്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്ന ആ ഒരു ഓട്ടോക്കാരൻ പറയുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാം. എൻ്റെ വണ്ടി കയറിയപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി എന്താണെന്ന് പറഞ്ഞാൽ പ്ലഗ് കംപ്ലൈൻ്റ് ആണ്, വണ്ടി സ്റ്റാർട്ട് ആണല്ലോ ഏട്ടാ, വർഷാപ്പ് വരെ പോകണം, ചന്തയുടെ അടുത്ത് വർഷാപ്പിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു പുതിയ വണ്ടിയുള്ള എഞ്ചിന് വാറൻറ്റി ഒക്കെ ഉള്ളതിൽ ഇപ്പോൾ ലോക്കൽ വർഷാപ്പിൽ കാണിച്ചാൽ നിനക്ക് ഇത് കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അതില്ല ചേട്ടാ, ഇന്ന് എനിക്ക് അത്യാവശ്യമാണ്, വണ്ടി റെഡിയാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ചന്തേര അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ തന്നെ ചോദിച്ചപ്പോൾ അല്ല, എന്നെ പോലീസ് സ്റ്റേഷന് നേരെയുള്ള എൻട്രിച്ച് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ അവിടെ ഒന്ന് ആക്കി തരുമോ. ഇവന്റെ പുതിയ വണ്ടിയാണ്, ആ വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കള്ളമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടാണ് ഈ ഒരു ഓട്ടക്കാരനെ വിളിച്ചിട്ട് ഇവനാണെങ്കിൽ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവൻ പറയുന്ന കാര്യമാണ് ഞാൻ ഇത്രയും പേരെ കൊന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴവൻ്റെ ധൈര്യം ആലോചിച്ച് നോക്കണം. ആദ്യം വിചാരിച്ചത് ഒരു കാര്യം, ബൈക്ക് എടുത്ത് പോകാത്തതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ വിചാരിച്ചത് മേ ബി ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവൻ എവിടെയെങ്കിലും വീണ് മരണപ്പെട്ടല്ല, അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലെ ഓട്ടക്കാരെ വിളിച്ചെന്നുള്ളതായിരിക്കും വിചാരിക്കുന്നത്. അപ്പോഴും ഇവൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ പറയുന്ന ഓരോ സാധനങ്ങളും അവൻ ചെയ്യുന്നത്, അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലോട്ട് കയറിപ്പോയ നാട്ടുകാർ പറയുന്ന ഒരു സാധനം ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. നമ്മൾ അകത്ത് കയറുമ്പോൾ ഗ്യാസിന്റെ സ്മെല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടുതലാരും അകത്തോട്ട് കയറിയില്ല. അതായത് ഇത്രയും കൃത്യങ്ങൾ അവൻ ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും ഇവൻ ഈ ഗ്യാസ് തുറന്നു വിട്ടിട്ടാണ് അവൻ പോയിട്ടുള്ളത്. അതായത് ഇതിനുശേഷം പോലീസുകാരോ മറ്റാരെങ്കിലും ഇവൻ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അവരും കൊല്ലപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോഴും ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലൊരു സംഭവം അതിനെക്കുറിച്ചിട്ട് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അതിന്റെ ഒരു വാർത്തകൾ ഞങ്ങോട്ട് വെക്കാം. വലിയ സിനിമാ പ്രേമിയായിരുന്നു അഫാൻ. അതുകൊണ്ട് തന്നെ സിനിമാ നടന്മാരെ അനുകരിക്കുക അവന് ഇഷ്ടമുള്ള മേഖലയും. പ്രതികാരം ചെയ്യുന്ന നായകന്മാരായിരുന്നു അവന്റെ ഹീറോ. രക്തം ചിന്തിയ സിനിമകളും കൂട്ടക്കൊലകളുമൊക്കെ അവനെ സ്വാധീനിച്ചു. കടം കയറി മുങ്ങിയ കുടുംബം കൂട്ട ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു കൂട്ടക്കൊലയ്ക്ക് അഫാന് പ്രേരകമായത്. അടുത്തിടെ പുറത്തിറങ്ങിയ രക്തരൂക്ഷിത സിനിമകൾ അവനെ സ്വാധീനിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്, പക്ഷെ ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനൊരു മാനസിക രോഗി തന്നെയായിരിക്കും. കാര്യം ഇത് കണ്ടിട്ട് അങ്ങനെ ചെയ്യണമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇവന്റെ കുടുംബക്കാരെ പറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലത്തീഫ് എന്നൊക്കെ പറയുന്ന ആളുടെ ആ ഒരു വിഷയത്തോടെ ഇനി നമുക്ക് വരാം. തന്റെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ അതിനെ പലതരത്തിൽ തടസ്സം പിടിക്കുന്ന രീതിയിലേക്കും അതിന് വിലങ്ങേറിയാവുന്ന രീതിയിലുമൊക്കെ ചില പ്രവർത്തികൾ ഈ പറയുന്ന ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് ലത്തീഫ്. അപ്പോൾ ആ രീതിയിൽ ലത്തീഫ് പ്രവർത്തിച്ചിരുന്നു. അതിനോടുമുള്ള ദേഷ്യം ലത്തീഫിനോടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിലാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത്. ലത്തീഫ് താനും അതായത് ഉമ്മയെയും വാപ്പുമ്മയും കൊലപ്പെടുത്തിയ ശേഷം മടങ്ങുമ്പോൾ ലത്തീഫിന്റെ ഭാഗത്ത് ഫോൺ കോൾ വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രതി പറയുന്നുണ്ട്. പക്ഷേ അത് പോലീസും ഉറപ്പിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആ ദേഷ്യം ലത്തീഫിനോടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിന് പുറത്ത് ആണ് ലത്തീഫിന്റെ വീട്ടിലെത്തി ലത്തീഫിനെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ഓക്കെ, ആ ലത്തീഫിന്റെ കാര്യം കുറച്ച് കൺവിൻസിംഗ് ആണ്. കാര്യം ഇത്രയും ശല്യപ്പെടുത്തി അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപദേശമായിരിക്കാം, നല്ലതിന് വേണ്ടി പറഞ്ഞായിരിക്കാം. ഓക്കെ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യം തോന്നി, ആ ഒരു സാധനം വീണ്ടും പെരുകി കിടന്നു, അയാളുടെ അടുത്ത് അങ്ങനെ ഒരു വൈരാഗ്യം തോന്നി ചെയ്തതാണെന്നുള്ള രീതിയിൽ നമുക്കത് കൺവിൻസ് ചെയ്യാം. അപ്പോഴും ചോദ്യം കിടക്കുന്നത് എന്തിന് ലത്തീഫിന്റെ ഭാര്യ? അതിന് ഇവൻ കൊടുത്തേക്കുന്ന മറുപടിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ലത്തീഫിന്റെ ഭാര്യ സാജിദ ബീഗത്തെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. താൻ അങ്ങനെ കരുതിയല്ല പോയിരുന്നത്. അവരുടെ എനിക്ക് സ്നേഹമായിരുന്നു, അവരെ കൊലപ്പെടുത്തണമെന്ന് എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പ്രതി അഫാൻ പറയുന്നുണ്ട്. പക്ഷേ ലത്തീഫിനെ കൊലപ്പെടുത്തിയ കാര്യം പുറത്തറിയുമോ എന്നുള്ള ഭയം കൊണ്ടുകൂടിയാണ് സാജിദ ബീഗത്തെ കൊലപ്പെടുത്തിയെന്നുള്ള മൊഴിയാണ് പ്രതി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതെന്തായാലും നമ്മുടെ കേരള പോലും വിശ്വസിച്ചിട്ടുണ്ടാവത്തില്ല. കാരണം അതായത് പുറത്തോട്ട് ആരോടെങ്കിലും പോയി പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇങ്ങനെ ആ ഒരു ലത്തീഫിന്റെ ഭാര്യനെ കൊന്നിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ പുറത്ത് പറയുമെന്നുള്ള പേടിയുള്ളവനാണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ കൃത്യം ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സാറേ എന്നെ അറസ്റ്റ് ചെയ്തോളൂ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. ഇതെന്ത് നമ്മളെല്ലാവരും പൊട്ടന്മാരാണോ ഇത്? അങ്ങനെ ഒരു കാര്യത്തിന് ഇവൻ ചെയ്തു എന്ന് പറയുന്നത്. അപ്പം അതല്ല അതിൻ്റെ കാരണം. ആ ഒരു ലത്തീഫിൻ്റെ ഭാര്യയെ കൊന്നതിന് മറ്റെന്തോ ആണ് കാരണം. ആ കാരണം എന്താണ് അതും നമുക്കറിയേണ്ടതാണ്. തീർച്ചയായിട്ടും ഇവനെ കസ്റ്റഡി വിട്ട് കിട്ടുമ്പോൾ പോലീസുകാർ ഇതൊക്കെ പിഴിഞ്ഞവൻ ചോദിക്കും ഇവൻ്റെ അടുത്ത്. ഓക്കെ, ഇനി ബാക്കി കൂടെ കേൾക്കാം. ഫർസാനെ കൊല്ലാനുള്ള കാരണം ഞാനില്ലെങ്കിൽ ആ കുട്ടിയും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. ഞാനില്ലെങ്കിൽ അവളും വേണ്ട എന്നുള്ളൊരു കാരണത്തിൽ. അങ്ങനെയാണോ ഒരു സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ കൊല്ലാനെ കൊണ്ട് പറയുന്ന അല്ലെങ്കിൽ പറ്റുന്ന അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ള ഒരു കാരണമാണോ ഇത്? ഞാൻ ഒരു ക്ലിപ്പോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. പിന്നാലെയാണ് ഈ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നത്. അവിടെ വെച്ച് ഫർസാനയോട് താൻ ഈ കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഫർസാനയോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. ഇത് പറഞ്ഞപ്പോൾ ഫർസാന അഫാനോട് പറഞ്ഞത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ഒരു ചോദ്യം ഫർസാന അഫാനോട് ചോദിക്കുന്നു. ആ ചോദ്യം ചോദിച്ചതിന്റെ തൊട്ട് പുറകെ തന്നെ ഫർസാനയെ ചുറ്റിയേക്ക് തലക്കടിച്ച് മുഖത്തേക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള മൊഴിയാണ് അഫാൻ ഇപ്പോൾ പോലീസ് നൽകി. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് അല്ലെങ്കിൽ ഇത്തരം ഒരു കൃത്യം ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിന് ഇനി നമ്മൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ണർ ആയിരിക്കാം, ഓക്കെ, റിലേഷൻഷിപ്പിലുള്ള ഒരു പാർട്ണർ ആയിരിക്കാം, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ട് വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനിയും പറയാൻ പോകുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യമായിരിക്കും അങ്ങോട്ട് ചോദിക്കുക. ഓക്കെ, ഇവനിവിടെ പറയുന്നത് അത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിച്ചു, അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യമാണ് അവൻ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെ, ഇവൻ ഈ ഫർസാനോട് ഈ കാണിച്ചതിന് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന മാനസിക രോഗം കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്ക് വിചാരിക്കാം. രണ്ടെന്ന് പറയുന്നത് ഇവളിനിയും അല്ലെങ്കിൽ ഇവൻ ഈ കൃത്യം ചെയ്തിട്ട് എന്തായാലും ജയിലിൽ പോകുമെന്ന് ഇവന് മനസ്സിലായി. അതിനുശേഷം ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇവക്കിനി നല്ലൊരു ജീവിതം പുറത്ത് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവക്കിനി നല്ലൊരു ജീവിതം കിട്ടരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഇനി അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സുഹൃത്തായ ഫർസാനയെ അവനേറെ ഇഷ്ടം. എന്നാൽ സാമ്പത്തിക ബാധ്യത മൂലം അവളുടെ കഴുത്തിൽ കിടന്ന മാല അവനെടുത്ത് പണയം വെച്ചു. പിന്നീട് മാല തിരികെ ചോദിച്ചപ്പോൾ ഫർസാനയ്ക്ക് മുക്കുപണ്ടമാണ് അവൻ നൽകിയത്. തന്റെ മാല എടുത്തു തരണമെന്ന് അടുത്ത കാലത്തായി അഫാനോട് ശക്തമായി ഫർസാനെ ആവശ്യപ്പെട്ടു തുടങ്ങി. പിതാവിന് ചില സംശയങ്ങളുണ്ടെന്നും മാല എപ്പോൾ വേണമെങ്കിലും പിതാവ് ചോദിച്ചേക്കാമെന്നും ഫർസാന അഫാനോട് പറഞ്ഞു. ഒരു പക്ഷേ ഈ ഒരു കാര്യം അവളോടൊരു വൈരാഗ്യ ബുദ്ധി എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട്. കാര്യം ഈ കൂട്ടത്തിൽ ഏറ്റവും ബ്രൂട്ടലായിട്ട് അവൻ കൊന്നേക്കുന്നത് ഈ സ്നേഹിച്ച ആ ഒരു പെൺകുട്ടീനെയാണ്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ബോഡി ഉണ്ട് ആൾക്കാരൊക്കെ പറയുന്നത് അത്രയും ക്രൂവലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കണ്ടേക്കുന്നത്. ഓക്കെ, അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഇത്രയും കാര്യങ്ങൾ ഇവൻ ചെയ്തിട്ടും, ഇത്രയും സീരിയസ് കാര്യങ്ങൾ ചെയ്തിട്ടും ആ ഒരാൾക്ക് വേണ്ടി മാത്രം ഇവൻ ഈ പൈസ 40,000 രൂപ അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതാണ് എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ കുറേ ആൾക്കാർ ഡ്രഗ്സിൻ്റെ കേസ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും ഫസ്റ്റ് ദിവസം തൊട്ട് ഈ ഡ്രഗ്സിൻ്റെ കേസ് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് കണ്ടൊരു ചിരിയാണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ളൊരു കൃത്യം വരുമ്പോഴത്തേക്കും നേരെ ഡ്രഗ്സിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തരുന്നല്ലോ. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ഡ്രഗ്സ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ ഒരു കേസിൽ ഡ്രഗ്സ് ഇതിൽ ബാധകമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഓക്കെ, എടീ ഇത്രയും ബോധത്തോടു കൂടി തന്നെയാണ് അവൻ ചെയ്തേക്കുന്നത് അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവൻ ഇത്ര വളരെ ബോധത്തോടു കൂടി കള്ളങ്ങൾ പറയുന്നു. ഓക്കെ, ഡ്രഗ്സിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും രുചി വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷം കഴിക്കാണ്ടിരിക്കുമോ? അവൻ കഴിക്കില്ലേ? മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ ഈ ടെൻഡൻസി കാണിച്ചിട്ടുള്ള ഇതേ ഇവൻ തന്നെ അവിടെ ആത്മഹത്യ ചെയ്യൂലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊല്ലാനെ കൊണ്ട് അവൻ്റെ ഈ ഡ്രഗ്സിൻ്റെ സാധനം ഇവനെ എത്രത്തോളം ഇമ്പാക്റ്റ് ആയിട്ട് ഇവൻ്റെ ഉള്ളിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആത്മഹത്യ അവൻ ചെയ്യൂലേ? കാരണമുണ്ട്. ആദ്യം ഈ ഫർസാനെ കൊന്നതിന് ശേഷമാണ് ഇവൻ വിഷം കഴിക്കുന്നത്. അതിൻ്റെ രുചി പിടിക്കാത്തതിൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോഴും ഇവൻ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനും ശേഷമാണ് അനുജനെ കൊല്ലുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡ്രഗ്സ് അവൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അവൻ അനുജനെ കൊന്നത് എന്നാണ് ആളുകൾ വാദിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും അങ്ങനെയാണെങ്കിൽ അവൻ നേരത്തെ ആത്മഹത്യ ചെയ്യാമായിരുന്നല്ലോ. ഇവൻ ഈ സാധനം ഒരിക്കലും ചെയ്യില്ലല്ലോ. സോ ഇതിനകത്ത് ഇവൻ പറയുന്ന കഥകളൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഓക്കെ, ഇവൻ ഇതുവരെ പറഞ്ഞ ഓരോ കാര്യങ്ങളും കളയണം. സത്യം അറിയുന്ന ഒരേ ഒരാൾ അവൻ്റെ ഉമ്മ മാത്രമാണ്. ആ ഉമ്മ ഇതുവരെ സത്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. എന്തായാലും ഇവനെ ഈ പറയുന്ന ആശുപത്രിയിൽ നിന്ന് ഇവൻ്റെ കസ്റ്റഡിയിലോട്ട് കിട്ടിയതിന് ശേഷം തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കേരള പോലീസ് തീർച്ചയായിട്ടും ഇവനെ ഓരോ കാര്യങ്ങളും ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.